മാധ്യമ പ്രവർത്തകയാണ് എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ പണപ്പിരിവുകാരാണ്. അപ്പോൾ ഒരിടത്ത് ഇ ഡി റെയ്ഡ് നടന്നാലതിനർത്ഥം അവിടെ കുറ്റം ചെയ്തു എന്നല്ല, ബി.ജെ.പിയുടെ ആഫീസിൽ പണം എത്തിയില്ല എന്നാണ്. ഇന്ന് എനിക്ക് സങ്കടമുള്ളൊരു കാര്യം ഉണ്ടായി. ബഹുമാനപ്പെട്ട മാധുവിന്റെ ഇൻട്രോയിലെ ഒരു നിലയല്ല ഇന്ന് മാതൃഭൂമിയുടെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിൽ വരുന്നു. എന്നിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു. ആ ചർച്ചയെക്കുറിച്ച് എന്താ പറഞ്ഞത്? കരുവന്നൂർ കേസിലെ ആരോപണ വിധേയരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അന്തസ്സില്ലാത്ത പണിയല്ലേ അത്? മനുഷ്യനായി കഴിഞ്ഞാൽ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ. MK കണ്ണൻ, SC മൊയ്തീൻ ഇവരൊക്കെ ED-യുടെ അന്വേഷണ പരിധിയിലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അത് അവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അത്തരത്തിലൊരു വാർത്ത വന്നത്. വാർത്ത വരുമ്പോൾ കൊടുക്കാതിരിക്കുകയല്ല ഇവിടുത്തെ പണി എന്ന് മാത്രം ഞാൻ അങ്ങോട്ടൊന്ന് പറഞ്ഞു പോകുന്നു. ഞാൻ അങ്ങേലേക്ക് തിരികെ വരാം. അല്ലല്ല, അങ്ങനെ പോകണ്ട, അങ്ങനെ പോകണ്ട, അങ്ങനെ പോകണ്ട, അങ്ങനെ പോകണ്ട. എനിക്ക് മറുപടി പറയാം. എന്താണോ ഈ ചർച്ചയിൽ BJP ആവശ്യപ്പെടുന്നത് അതാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇത് പണിയാവോ? ഇന്ന് പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ചർച്ചയിൽ തുടരണമെങ്കിൽ അവൻ പണ്ട് തൊട്ടേ അങ്ങനെ മനസ്സ് വിഷമിച്ച അപ്പ സ്ഥലം വിട്ടുകൾ. മുഖ്യമന്ത്രിയെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൊടാനുള്ള ഒരു സാധനം ഒരു ഇടിയുടെ കയ്യിലും ഇല്ലെന്ന്. വേണ്ടദാസ, സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. നിങ്ങൾ ഞാൻ പറയട്ടെ, എന്നിട്ട് ഇടിക്ക് കഞ്ഞി വെച്ചു കൊടുക്കുക. അല്ലല്ല, ഇടിക്കെതിരെ വൈകുന്നേരം പറയുക, ഇടിക്ക് കഞ്ഞി വെച്ചു കൊടുക്കുക. ഇവിടെ ആർക്കും കഞ്ഞി വെക്കുന്നില്ല. അത് ഈടിക്കും വെക്കുന്നില്ല, വെക്കുന്നില്ല, വിളമ്പൊന്നുമില്ല. ശരി ശരി, ഇവിടെ ഒരു കഞ്ഞിയില്ല, ഉപ്പില്ല. ഞാനേ മാധ്യമ പ്രവർത്തകയാണ്. കഞ്ഞി വെക്കുക എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. വീട്ടിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അതെങ്ങനെ വിളമ്പണമെന്നും എവിടെ വിളമ്പണമെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ശ്രീ അനിൽകുമാർ, അല്ലല്ല, ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങേക്ക് പരിചയമുള്ള ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവമാണ് എല്ലാ ജോലിക്കും എന്ന് വിചാരിക്കാതിരുന്നാൽ മതി.